നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. അതായത് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 12 പൊതുമേഖലാ ബാങ്കുകളാണുള്ളത്. സോറി. അപ്പോൾ ഈ പൊതുമേഖലാ ബാങ്കുകളെ വീണ്ടും മേർജ് ചെയ്ത് അത് 3 ബാങ്കുകളാക്കി മാറ്റും എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാടും. അവരതിലേക്കുള്ളൊരു യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ 12 എന്നുള്ള എണ്ണം കുറച്ച് 3 ആക്കാനുള്ള പരിപാടിയിലേക്ക് ഗവൺമെൻറ് ചില നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1990-91 കാലഘട്ടം മുതൽ ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇക്കണോമിക് ലിബറലൈസേഷൻ, റിഫോംസ് ആരംഭിച്ചിട്ട്, അതായത് പി നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന്, അല്ലെങ്കിൽ പി നരസിംഹറാവു പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗിനെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് ആ ഒരു സമയം മുതലാണല്ലോ ഇന്ത്യയിൽ ശരിക്കും ലിബറലൈസേഷൻ, LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പിന്നെന്താണ് ഗ്ലോബലൈസേഷൻ, ഈ 3 പ്രോസസ്സുകൾക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വിധേയമാക്കിയത്. അതിനുശേഷം നമ്മളുടെ രാജ്യത്തും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിലും സമ്പദ് വ്യവസ്ഥയിലുമൊക്കെ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടാകുകയും നമുക്ക് ഒരു ലോകത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുവാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിനു മുമ്പുണ്ടായിരുന്ന 10-60 വർഷത്തെ സോഷ്യലിസ്റ്റ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പരിതാപകരമായിട്ടുള്ള പ്രകടനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സാമ്പത്തിക രംഗം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ മേജർ എക്കോണമിയായിട്ട് ഇന്ത്യ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തൊട്ടു മുന്നിലുള്ള ജർമ്മനിയാണ്. അപ്പോൾ ഇനി 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞ സാമ്പത്തിക വളർച്ച കാത്തു സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, 6.5 അല്ലെങ്കിൽ 6-7 ഇടയ്ക്കുള്ള സാമ്പത്തിക വളർച്ച നമുക്ക് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മനിയെ കൂടെ നമുക്ക് ഒരു 2-3 വർഷത്തിനുള്ളിൽ മറികടന്ന് ലോകത്തിലെ ഏറ്റവും 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളും ഒക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ഇക്കണോമിക് റിഫോംസ്, എന്താണ് പറയുന്നത് തന്നെ, പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ പരിഷ്കാരങ്ങൾ, റിഫോംസ് പരിഷ്കാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ റീഫോം ചെയ്യുകയാണ്. എന്നുവെച്ചാൽ ഉണ്ടായിരുന്ന ഫോം രൂപത്തെ മാറ്റിയെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. സ്ട്രക്ചറുകൾ മാറ്റുകയാണ്, അല്ലേ, അതിൻ്റെ ഫോം മാറ്റുകയാണ്. അതാണ് റീഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സിൽ കൂടെ ഇന്ത്യൻ എക്കോണമി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർച്ചയായിട്ടും ഈ പറഞ്ഞ മോഡി ഗവൺമെൻറ് ആദ്യമായി 2014 വന്നതിന് ശേഷം അവർ ഒത്തിരി മാറ്റങ്ങളൊക്കെ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് പ്രയോജനകരമായിട്ടുണ്ട്, കുറേയൊക്കെ അതിൻ്റെ ചില ദോഷവശങ്ങളൊക്കെ ഉണ്ട്. കാരണം പൂർണ്ണമായിട്ടും നല്ലതെന്നോ പൂർണ്ണമായിട്ടും മോശമെന്നോ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയും ലോകത്തൊരിടത്തും ഇല്ല, ഒരു തലത്തിലുമില്ല. അപ്പോൾ ഈ പൊതുമേഖലയെ സംബന്ധിച്ച് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ, എന്നുവെച്ചാൽ മേജർ സ്റ്റേക്ക് അല്ലെങ്കിൽ മെജോറിറ്റി സ്റ്റേക്ക് എന്ന് പറയും, എന്നുവെച്ചാൽ 51% മുതൽ മുകളിലോട്ട് ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ മെജോറിറ്റി ഷെയർ. ഇപ്പം ഗവൺമെൻറ്റിന് ഒരു ബാങ്കിൽ, SBIയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ 51%-ഓ അതിൽ കൂടുതലോ ഷെയർ ഉണ്ടെങ്കിൽ അത് പൊതുമേഖലാ സ്ഥാപനം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു സ്ഥാപനം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. തിരിച്ചാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ബാങ്ക് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും സ്ഥാപനം ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ 51% മുകളിലോട്ടുള്ള ഓഹരികൾ മൊത്തം സ്വകാര്യ മേഖലയിലെ വ്യക്തികളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ്റിന് ചിലപ്പം 1%, 2%, 5%, 10% ഷെയർ ഉണ്ടെങ്കിൽ തന്നെ അത് സ്വകാര്യ മേഖലയിലുള്ളൊരു സ്ഥാപനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ്
അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്ന സർക്കാർ വ്യവസ്ഥയിലുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ബാങ്കിങ്, ഇൻഷുറൻസ്, ഇല്ല എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, ഷിപ്പിംഗ്, അല്ലേ, അതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും ഗവൺമെൻറ് നിയന്ത്രണത്തിലുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് ബാങ്കിങ്ങും ഇൻഷുറൻസും, ഫൈനാൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ് അങ്ങനെ. അപ്പോൾ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർ പരിഷ്കാരങ്ങൾ എവിടെ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് മേഖലയിലാണ് പരിഷ്കാരങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്നതും നടക്കേണ്ടതും തീർച്ചയായിട്ടും. ബാക്കിയുള്ള മേഖലകളൊക്കെ തന്നെ അതിന് താഴെ വരുന്ന, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പരിഷ്കാരം നടക്കേണ്ടത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് മേഖലകളിലൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ മൻമോഹൻ സിംഗിൻ്റെ, നരസിംഹറാവു മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു സമയം മുതൽ, കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തീർച്ചയായിട്ടും മോറോർലെസ് ആയിട്ട് ഏറിയും കുറഞ്ഞുമൊക്കെ തന്നെ എല്ലാ ഗവൺമെൻറ്റുകളും പല രീതിയിലുള്ള മാറ്റങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ പൊതുമേഖലയിൽ 12 ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. ആ 12 എണ്ണത്തിനെ കുറച്ച് 3 എണ്ണമാക്കി മാറ്റി തീർത്ത് ലോകത്തിലെ ഗ്ലോബൽ ബാങ്കിങ്ങിൽ ടോപ്പ് 20 ഒരിടം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും 10, 100, 150, 200 ബാങ്കുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതിനെ കുറച്ച് കൊണ്ടുവന്ന് മെർജ് ചെയ്ത്, അല്ലെങ്കിൽ ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ബാങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ലാഭകരമല്ലാത്ത ബാങ്കുകളെ ലാഭകരമായിട്ടുള്ള ബാങ്കുകളിൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലേക്ക് അതിനെ വിറ്റൊഴിച്ച് അതിനെ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സിസ്റ്റമാണ് എവിടെയും നിലനിൽക്കുന്നത്. ഇപ്പം തീരെ പെർഫോമൻസ് മോശമായിട്ടുള്ള, കോൺസിസ്റ്റൻ്റ് ആയിട്ട്, എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് ഒരു രക്ഷയില്ല അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ഒരു ബാങ്ക്. അപ്പം അതിനെ തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ബാങ്കായിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ലയിപ്പിക്കുക. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ബാങ്കുകളെ വീണ്ടും ലയിപ്പിച്ച് 12 എന്നുള്ള അവസ്ഥയിൽ, 12 എന്നുള്ള നമ്പറിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ 3 എന്നുള്ള നമ്പറിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗ്ലോബലി 20 ടോപ്പ് ബാങ്കുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 എണ്ണമെങ്കിലും ഉണ്ടാകണം. തീർച്ചയായിട്ടും SBIക്കൊക്കെ അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. കാരണം അത്രയ്ക്ക് വലിയ ബാങ്കാണ്, അസറ്റ് വൈസും ഒക്കെ തന്നെ അത്രയ്ക്ക് വലിയ ബാങ്കാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കുവാനും അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് റൺ ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലോബലി ടോപ്പ് റാങ്കിങ്ങിലുള്ള ഒരു ബാങ്കായിട്ട് SBI എങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും അതുമാത്രമല്ല, ഈ പറഞ്ഞ ബാങ്കുകളുടെയൊക്കെ കാര്യത്തിൽ അവരുടെ മാൻ പവർ ഇതുവരെ നമുക്കറിയാം. ഇപ്പം പൊതുമേഖലാ ബാങ്കുകളിൽ എങ്ങനെയാണ് മാൻ പവറിനെ റിക്രൂട്ട് ചെയ്യുന്നത്? കാരണം ബാങ്കിങ് ടെസ്റ്റ് എഴുതിയിട്ട്, അല്ലെ ബാങ്ക് ടെസ്റ്റ് നടത്തിയിട്ട്, ഇല്ല ബാങ്ക് ടെസ്റ്റ് നടത്തിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൂടെയാണ് ബാങ്കിലേക്ക് സ്റ്റാഫിനെ, അതായത് മുകളിലുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള MD അല്ലെങ്കിൽ ചെയർമാൻ, SBIയുടെ ചെയർമാൻ അല്ലെങ്കിൽ MD, അതുപോലെ തന്നെ തസ്തിയിലൊന്നും ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ടല്ലായിരിക്കാം. പക്ഷേ എന്നാൽ തന്നെയും സുപ്രധാനമായിട്ടുള്ള പൊസിഷനിലേക്കുള്ള എല്ലാ തസ്തികളും ഫില്ല് ചെയ്യുന്നത് ബാങ്ക് ടെസ്റ്റിൽ കൂടാണ്. അപ്പോൾ ഇനിയും അതിനകത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതായത് പൊതുമേഖലാ ബാങ്കുകളിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് സ്വകാര്യ മേഖലയിൽ നിന്നും ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആരംഭിക്കുകയാണ്. സ്വകാര്യ മേഖലയിലുള്ള പ്രൊഫഷണൽസിനെ കൺസിഡർ ചെയ്യും എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ, MD, ആ ഒരു സ്ഥാനത്തേക്ക് സ്വകാര്യ മേഖലയിൽ പ്രത്യേകിച്ച് ബാങ്കിങ്ങുമായിട്ട് ബന്ധമുള്ള, ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥരെ പരിഗണിക്കുന്നു എന്നുള്ളൊരു പുതിയ മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു രീതി ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിങ്, പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലുള്ള ബാങ്കിങ് സെക്ടറിലേക്ക് ഇത്തരം മാറ്റം ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും
നടപ്പിലാക്കുമ്പോൾ സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ജി എസ് ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജി എസ് ടി വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപങ്ങൾ. പക്ഷേ നമുക്കറിയാം ഏത് സിസ്റ്റവും നമുക്ക് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമതയോടുകൂടി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക, പിന്നെ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാനേ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയുള്ളൂ ഈ പറഞ്ഞ പരിഷ്കാരങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനകത്തിൽ നമുക്ക് പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റിയിട്ട് മറ്റൊരു പ്ലാൻ സ്കീം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം ഈ പറഞ്ഞ 12 എന്ന് പറയുന്ന ഇപ്പോഴത്തെ എണ്ണത്തിൽ നിന്നും ഉള്ള ബാങ്കുകളെ ലയിപ്പിച്ച് 3 എണ്ണം ആക്കുക, പ്രധാനപ്പെട്ട 3 ബാങ്കുകളാക്കുക എന്നുള്ളത് ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ ഓൾ ടൈം ഡയറക്ടർ, ഇതുപോലുള്ള വേക്കൻസി പൊസിഷൻസിലേക്കാണ് സ്വകാര്യ മേഖലയിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. അത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമുക്കുള്ള ആക്ഷേപം എന്താണ്? ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യതയില്ല, മത്സരക്ഷമത അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്നെസ് ഇല്ല, യോഗ്യത അനുസരിച്ചുള്ള നിയമം, മെറിറ്റ് അനുസരിച്ചുള്ള നിയമനങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം അതിനെ കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സുതാര്യതയും കോമ്പറ്റീറ്റീവ്നെസ്സും മത്സരക്ഷമതയും അതുപോലെ തന്നെ മെറിറ്റോക്രസി, മെറിറ്റ് അനുസരിച്ചുള്ള അപ്പോയിൻമെൻറ്റും ഒക്കെ തന്നെ സാധ്യമാക്കുന്നതുകൊണ്ട് ബാങ്കുകളുടെ പ്രവർത്തനക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് പൊതുവെയുള്ള വിശദീകരണം. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ നമുക്കറിയാം എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക് ബോണാണ് ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ ശരിക്കും വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള ആൾക്കാർ ഈ മേഖലയെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഓവറോൾ എഫിഷ്യൻസിയുടെ കൂടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ബാങ്കുകൾക്ക് പുറമെ പൊതുമേഖല ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിയമനങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ട്. അവർ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ എസ് ബി ഐയിലും അതുപോലുള്ള പൊതുമേഖലാ ബാങ്കിലുമൊക്കെ MD വരെ ആകാം. 21 വർഷത്തെ പ്രവൃത്തി പരിചയം, അതുപോലെ തന്നെ 21 വർഷത്തിൽ 15 വർഷം ബാങ്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, അതിൽ 2 വർഷം ഏതെങ്കിലും ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലും 3 വർഷം ബോർഡിന് താഴെയുള്ള ഉന്നത പദവിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SBIയിൽ സുന്ദരമായിട്ട് സ്വകാര്യ മേഖലയിൽ നിന്നും തീർച്ചയായിട്ടും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി HR ഏജൻസികളുടെ സഹായം ഈ പറഞ്ഞ ബാങ്കുകൾക്ക്, പൊതുമേഖലാ ബാങ്കുകൾക്ക് തേടാവുന്നതാണ്. അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയിലുള്ള ഈ റിസോഴ്സിനെ, മാൻപവർ റിസോഴ്സിനെ അവർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നേരത്തെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൂടെ മാത്രമേ ഈ പറഞ്ഞ പൊസിഷൻസ് എല്ലാം ഫില്ല് ചെയ്യുകയും അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ 12 ബാങ്കുകൾ ഇപ്പം നിലവിലുണ്ട് പൊതുമേഖലയിൽ. ഈ 12 ബാങ്കുകളെ വെട്ടിക്കുറച്ച് ലയിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിപ്പിച്ച് 3 ബാങ്കുകളാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പോൾ ബാങ്കുകളുടെ ലയനമൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ 2025-26 സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ബാങ്കുകളുടെ ലയനത്തിലേക്ക് വീണ്ടും കടക്കാനൊരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3-4 ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ വലിയ ബാങ്കുകളായിട്ടുള്ള SBI പോലുള്ള അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതുപോലുള്ള വലിയ ബാങ്കുകളിലേക്ക് ലയിപ്പിക്കാനാണ് ഫസ്റ്റ് ഫേസിൽ, ആദ്യത്തെ ഘട്ടത്തിൽ ഗവൺമെൻറ് ആലോചിക്കുന്നത്. അപ്പോൾ ഗ്ലോബലി നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്ലോബലി ടോപ്പ് 20 റാങ്കിങ് ഉള്ള
അതിലേക്ക് 2 ഇന്ത്യൻ ബാങ്കുകളെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ പദ്ധതികൾക്ക്, ബിഗ് പ്രോജക്ട്സിനൊക്കെ സാമ്പത്തിക സഹായം നൽകാൻ ഇന്ത്യൻ ബാങ്കുകളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. അപ്പോൾ ബാങ്കുകൾ വലുതായാൽ മാത്രമേ തീർച്ചയായിട്ടും അവർക്ക് ബിഗ് പ്രോജക്ട്സിനെ ഫണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഈ ബിഗ് പ്രോജക്ട്സിനെ ഫണ്ട് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ബാങ്കുകൾ തീർച്ചയായിട്ടും സാധാരണക്കാരന് സ്മോൾ മീഡിയം സെക്ടർ, മൈക്രോ സെക്ടറിനൊന്നും ലോൺ കൊടുക്കാനോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകാനോ ഒന്നും ബാങ്കുകൾക്ക് താല്പര്യം കാണത്തില്ല, അല്ലെങ്കിൽ ബാങ്കുകളെ കൊണ്ട് അത് ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ മറ്റൊരു സൈഡ് ഇത് തന്നെ ആയിരിക്കാം, മനസ്സിലായില്ല. എന്നുവെച്ചാൽ ബിഗ് പ്രോജക്ട്സിന് വേണ്ടി മാത്രം ബാങ്കുകളെ കേപ്പബിൾ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ലയനം നടത്തി 3 ബാങ്കുകളാക്കി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബാങ്കുകൾ തീർച്ചയായിട്ടും സാധാരണക്കാർക്കും അല്ലെങ്കിൽ ചെറുകിട വ്യവസായ ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള സ്മോൾ മീഡിയം മൈക്രോ എൻ്റർപ്രൈസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ബാങ്കുകളിൽ നിന്നും ലോണുകൾ ലഭ്യമാകാനുള്ള അവസരം ഒരുപക്ഷെ നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക ഇതുവഴി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്വകാര്യവൽക്കരണം കൂടുതൽ നടത്തുന്നത് എല്ലാ മേഖലയിലും എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ, ഏത് മേഖലയിലാണോ സ്വകാര്യവൽക്കരണം ഗവൺമെൻറ് നടത്തുന്നത് ആ മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും. ഇപ്പം ഗവൺമെൻറ്റിന് ഷെയറുള്ളൊരു കമ്പനിയെ ഗവൺമെൻറ് ഷെയർ കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിറ്റ് പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് അത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് പിന്നീട് അതിനകത്ത് ഇടപെടേണ്ടി വരത്തില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ നമ്മളിലെ ബ്യൂറോക്രസിയുടെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യലിസ്റ്റ് ഭരണ വ്യവസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിന് തീർച്ചയായിട്ടും പ്രോസും കോൺസും ഉണ്ട്. അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. അപ്പം കൂടുതലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചും അത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കതിനെ വെൽക്കം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി വെക്കുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ പല രാജ്യങ്ങളിലും കാണുന്ന സ്വകാര്യവൽക്കരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ പോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും ഇനിയും കൂടുതൽ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ളൊരു വശം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഈ 3 ബാങ്കുകളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട 3 പൊതുമേഖലാ ബാങ്കുകൾ എന്നുള്ളത്. ഈ ബാങ്കുകളിലേക്ക് ചെറിയ ചെറിയ ബാങ്കുകളെ ലയിപ്പിക്കുക. അപ്പോൾ അതായത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, ഇതേ SBIയിലും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് IOB, ഇവ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കും ലയിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കാനറ ബാങ്കിലേക്ക് യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള ബാങ്കുകളെ ലയിപ്പിച്ച് 12ൽ നിന്ന് 3 ആക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ അവസാനം SBI കാണും, പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണും, കാനറ ബാങ്ക് കാണും. ഈ പറഞ്ഞ SBIയിലേക്ക് ലയിപ്പിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിൻഡ് ഈ പറഞ്ഞ ബാങ്കുകളെ SBIയിലേക്കും, ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്കി മാറും. അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കാനറ ബാങ്കിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം SBIയും പഞ്ചാബ് നാഷണൽ ബാങ്കും കാനറ ബാങ്കും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ബാങ്ക് ലയനം അവസാനമായി നടന്നത് 2017 27 പൊതുമേഖലാ ബാങ്കുകളാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ലയിപ്പിച്ച് 12 ബാങ്കുകളാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെയൊക്കെ മാറ്റി അതുപോലുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളുണ്ട്. അതിനെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചിട്ടാണ്. അതുപോലെ തന്നെ 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയൊക്കെ 2017 SBIയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. 2019 വീണ്ടും ലയനം നടത്തി പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 കുറച്ചു. ഇനി അത് ഈ 12ൽ നിന്ന് 3 കുറയ്ക്കാനാണ് സർക്കാരിൻ്റെ
ഭാഗത്തു നിന്നുള്ള പദ്ധതി എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ പരിഷ്കാരങ്ങൾ എപ്പോഴും നല്ലത് തന്നെ. കാരണം കൂടുതൽ കാര്യക്ഷമതയും മെച്ചപ്പെട്ട പ്രവർത്തന രീതികളും ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സർവീസ് സേവനങ്ങളും ലഭിക്കുമെങ്കിൽ റിഫോംസ്, പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, പൂർണ്ണമായിട്ടും അനുകൂലമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കത്തില്ല. കുറേ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വളരെ അത്യാവശ്യമാണ്. ലോകക്രമം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മളെ കൂടുതൽ പ്രാപ്തമാക്കുക അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള ബാങ്കിങ്, ഫൈനാൻസ്, ഇൻഷുറൻസ് മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്കാണ് ഗവൺമെൻറ് ഇപ്പോൾ എന്താണ് പറയുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ്, പ്രോസ്, കോൺസ് ഒക്കെ നമുക്ക് ഇനിയും വരുന്ന മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.